If alpha and beta are the zeros of a polynomial s square minus 1, then the value of alpha plus beta is. ഇപ്പോൾ എയുടെ വാല്യൂ 2, ബി 1, സി -1, ഡി 0 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും എ ഫസ്റ്റ് 1 എഴുതാം. പോളിനോമിയലിനകത്ത് എസ് സ്ക്വയർ -1 ആകുമ്പോൾ എ 1 വരും, ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും, സി ഈസ് ഈക്വൽ ടു -1 വരും. ഇനി സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ വരും. അപ്പോൾ 0 - 0/1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ ഏതൊരു ക്വസ്റ്റിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സം ഓഫ് റൂട്ടും പ്രോഡക്റ്റ് ഓഫ് റൂട്ടും കണ്ടുപിടിക്കുക. ബാക്കി നമ്മൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ അതിനകത്ത് ആൻസർ. 2022-ലും 2019-ലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് എസ് സ്ക്വയർ പ്ലസ് എക്സ് -1 ദെൻ 1/α പ്ലസ് 1/β എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം പോളിനോമിയൽ ഫസ്റ്റ് 1 കിട്ടി, പി ഓഫ് എക്സ് എസ് സ്ക്വയർ പ്ലസ് എക്സ് -1. ഏതൊരു പോളിനോമിയൽ കിട്ടിയാൽ എ ബി സി എഴുതണം. ഫസ്റ്റ് 1 എ ഈസ് ഈക്വൽ ടു 1 കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എസ് സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇത് ഒരിക്കലും തെറ്റിപ്പോരുത്. ദെൻ സം ഓഫ് റൂട്ട് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ വരും. -1 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 വരും. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/1 -1 വരും. എപ്പോഴും ഒരു ക്വസ്റ്റിനകത്ത് പ്രോഡക്റ്റ് ഓഫ് റൂട്ടും സം ഓഫ് റൂട്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചേക്കണ ഏത് വാല്യൂ ആണ് നോക്കുക. 1/α പ്ലസ് 1/β ആണ്. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ബീറ്റ പ്ലസ് ആൽഫ ബൈ ആൽഫ ബീറ്റ വരും. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാലും ബീറ്റ പ്ലസ് ആൽഫയും സെയിം ആണ്, കമ്മ്യൂട്ടേറ്റീവിലോ. ദെയർഫോർ ആൽഫ പ്ലസ് ബീറ്റ -1 ആൽഫ ബീറ്റ -1. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 1 വരും. അപ്പോൾ നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആണ് 1 വരും.